ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സുഖിയൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് സുഖിയൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 6 മണിക്കൂർ കുതിരാൻ വെച്ചിരുന്നു. എന്നിട്ടിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചെറുപയർ കുക്കറിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 2 വിസിൽ വരണ്ട. ആദ്യത്തെ ഒരു വിസിൽ വന്നിട്ട് അടുത്ത വിസിൽ വരുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ ഈ ഒരു കപ്പിലാണ് എല്ലാം അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് ചെറുപയറിന് 3/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതിലേക്കൊരു ശർക്കര പാനി തയ്യാറാക്കി എടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. ചെറുപയർ എടുത്ത അതേ അളവിൽ തന്നെ ശർക്കര എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒന്ന് മെൽറ്റായിട്ട് വന്നോട്ടെ. ഇത് തിളച്ച് വരാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്കൊരു 1.5 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിരുന്നു, തേങ്ങ ചിരകിയത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അവസാനം 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഇതിലുള്ള വെള്ളം അതുപോലെ ശർക്കരയുടെ പാനിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇത്തിരി വെന്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത് വെന്തിട്ട് നമ്മൾ അവസാനം ആറാൻ വെക്കണം. എന്നിട്ടത് ഒന്ന് നേരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോളാക്കി എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ പാന് അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം അധികം കൂടി പോവണ്ട. നമ്മൾ പഴംപൊരിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പാകത്തിലെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഓരോ ബോളാക്കി എടുത്ത് വയ്ക്കണം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ബോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ബോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സുഖിയൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾ എടുത്തിട്ട്
ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീയ് മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. നമുക്കിതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതധികം ടൈമൊന്നും വരില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കളറൊക്കെ അത്യാവശ്യം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു അളവിന് 25 സുഖിയൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഖിയനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.